ജെ വ്ളോഗ്സിൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. കാര്യം ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഹസ്ബൻഡ് എനിക്കൊരു ഗിംബിൾ വാങ്ങി തന്നിട്ടുണ്ട്. ഗിംബിള് ഒരു ട്രൈപോഡ് പോലെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയൊരു സാധനം കയ്യിൽ കിട്ടിയാലേ എന്നാൽ കുറച്ച് പരീക്ഷണം വീണ്ടും നടത്താം. ഇതൊരു സ്പെഷ്യൽ ക്രിസ്മസ് കൂടിയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും, അതായത് ഹസ്ബൻഡും എൻ്റെയും മോൻ്റെയും 3 പേരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ വിൻചേട്ടനും ജീവി ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫുഡും അവരും കുറച്ച് ഫുഡും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഷെയർ ചെയ്ത് അവരുടെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം കാണാം. മേരി ക്രിസ്മസ് പറഞ്ഞേ. മേരി ക്രിസ്മസ് പറഞ്ഞേ. അതെ അങ്ങോട്ട് പോണോ പോവാ അങ്ങോട്ട് അച്ഛൻ പോവാ. എങ്ങോട്ട് പോവാ? വഴി കാണിച്ചു. Welcome. To visit a resident, select the person on the list, then press the call button. ഹലോ. Main doors now open. കേടുവിന് ഇവിടെ നല്ല പരിചയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുള്ള കാരണം എല്ലാം വഴിയും മുക്കുമൂലയൊക്കെ അറിയാം. കറക്റ്റായിട്ട് എലിവേറ്ററിൻ്റെ അടുത്ത് പോകും. അവിടെ നിന്ന് ഇറങ്ങി കറക്റ്റായിട്ട് അവരുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കണ കാണാം. പിന്നെ ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ ഒക്കെ ബട്ടൺ വെക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനു വേണ്ടി ആൾ ഓടി വരും. കോൾ ജീവാ മേരി ലൂയി. വിളിച്ചേ പിന്നങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ ഇന്നേ വരെ കഴിക്കാത്തൊരു സംഭവമാണ് ഈ പിടി. അപ്പോൾ ചേച്ചി കുറച്ച് പിടിയും അതുപോലെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് കഴിക്കാൻ അപ്പത്തനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂവും റെഡി. ഇതെല്ലാം അടിപൊളിയായിരുന്നു. ഒന്നുപോലും ബാക്കിയിട്ടായിരുന്നില്ല. ട്രീനെ പറ്റി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ? അടിപൊളിയാണ്. ഡെക്കോറും ആ കളർ കോമ്പിനേഷനും ഒക്കെ സൂപ്പർ. അത് ഞാൻ തന്നെയാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കുട്ടി ക്രിബും. Merry Christmas! Merry Christmas! ക്രിസ്മസ് പറഞ്ഞ ആരും കാണിക്കല്ലോ. ഞങ്ങൾ ഓർമ്മയ്ക്ക് എടുത്തല്ല. ഹലോ ഹലോ. ജീവാന്റെ ഒന്ന് ഗിഫ്റ്റ് ആണ്. ഇവിടെ വന്നാൽ ഹേളുവിനെടുത്ത് കളിക്കാൻ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ പരത്തിയിട്ട് കളിക്കുന്നതാണ് അവൻ്റെ മെയിൻ ടാസ്ക്. കുറച്ച് ബോറടിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഡംഷറാഡ്സൊക്കെ കളിച്ചു. അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡിങ്ങിലേക്ക് കിടക്കാമെന്ന് വെച്ചു. കാരണം എല്ലാവർക്കും വിശന്നു. എല്ലാവരും കുറേ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത കാരണം വിശപ്പ് തോന്നു. ഹേടുവിൻ്റെ പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ എൻഗേജ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സാധനമാണ് ആ കുട്ടി വാക്യൂം ക്ലീനർ. അവൻ്റെ അത്രയേ ഉള്ളൂ. ആൾക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുണ്ടാക്കിയതാണ് ഈ മാങ്ങക്കറിയും പോർക്കും ചിക്കൻ ഫ്രൈയും
പിന്നെ ചോറ് അതവിടെ നിന്നുണ്ടാക്കി, പിന്നെ ചിക്കൻ കറി. വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതെല്ലാം 3 നേരത്തേക്ക് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ മധുരം അത് മസ്റ്റാണ്. ഈ കാണോട്ടം നോക്കണ്ട, ആശാൻ പള്ളിയിൽ എത്തിയപ്പോ സ്ഥിരം ഭാവം തന്നെ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി, ഫുൾ കുർബാന ഉറങ്ങി. പിന്നെ പള്ളിയിൽ നല്ല നീളത്തിലും വലുപ്പത്തിലൊക്കെ ഒരു ക്രിബ് അവിടെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മാതാവ് ഉണ്ണീശയും ഔസേപ്പും കൂടാണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ പള്ളിയിൽ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഒരു ക്രിസ്മസ് കേക്കും കൂടി കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. യാദൃശികമായിട്ട് ഞങ്ങൾ വീണ്ടും മിൻചേട്ടനെ കണ്ടു. തൃശ്ശൂരല്ല, ചാലക്കുടി. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് ഷോർക്കണായിരുന്നു. Merry Christmas, Edu. Merry Christmas. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കോഴിക്കറി പിടിയായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ നന്നായിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് പിന്നെ അടുത്തുള്ളൊരു സ്ഥലം വരെ ഞങ്ങൾ പോകാൻ വെച്ചു. ക്ലൈമറ്റ് ഉണ്ടോ, ഡിസംബർ ആയിട്ട് ഇതുവരെ മഞ്ഞില്ല, പക്ഷെ നല്ല ഫോഗി ആയിരുന്നു, വിസിബിലിറ്റി ഭയങ്കര ലോ ആയിരുന്നു. എന്നാലും ചെറിയൊരു ലോങ് ഡ്രൈവ് ഒക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റും പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ എലോര എന്ന് പറയുന്ന ഒരു ടൗണിലാണ് പോയത്. അവിടെ ക്രിസ്മസ് ആയിട്ട് നല്ല ലൈറ്റ്സും ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട് ആ സ്ട്രീറ്റുകളൊക്കെ. അതൊക്കെ കണ്ട് പിന്നെ ചെറിയ തണുപ്പൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. 2 കമൻറ്റ്.